നമസ്കാരം. നിങ്ങൾക്കറിയുന്നത് പോലെ എനിക്കും അറിയാം ഈ സിനിമ ഇറങ്ങി 2 ആഴ്ചകൾ പിന്നിടുന്നു എന്നുള്ളത്. ഇറങ്ങിയ അന്ന് മുതൽ മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷൻ നേടി മുന്നേറുന്നുണ്ടെങ്കിലും കേരളത്തിൽ തിയേറ്ററുകൾ വളരെ കുറവായിരുന്നു എന്നതൊരു വസ്തുത കൂടെയായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം പോയപ്പോൾ ലെനിൻ സിനിമാസിൽ വെച്ചാണ് ഈ സിനിമ കാണാനുള്ള അവസരം ലഭിച്ചത്. അഭിഷൻ ജീവിന്ദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ടൂറിസ്റ്റ് ഫാമിലി. ശശികുമാർ, സിമ്രാൻ, മിഥുൻ ജയ്ശങ്കർ, യോഗി ബാബു, MS ഭാസ്കർ, രമേശ് തിലക്, ഭഗവതി പെരുമാൾ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ചില സിനിമകൾ അങ്ങനെയാണ്, അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചോ അഭിനേതാക്കളെക്കുറിച്ചോ ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് അങ്ങനെ അനുഭവപ്പെട്ട സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. ചിരിച്ചും ടെൻഷൻ അടിച്ചും സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞും തിയേറ്റർ വിട്ടിറങ്ങി കഴിഞ്ഞാലും ഒരു ചിരിയും സന്തോഷവും ഒക്കെ അവശേഷിപ്പിക്കുന്ന സിനിമ. തീർച്ചയായും തിയേറ്ററിൽ തന്നെ പരിഗണിക്കാം. കഥയുടെ ഒരു പശ്ചാത്തലം എന്നത് ട്രെയിലറിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ശ്രീലങ്കയിലായിരുന്ന ധർമ്മദാസും കുടുംബവും ഇല്ലീഗലായി ഇന്ത്യയിൽ എത്തുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. ശ്രീലങ്കയിലെ ജീവിതം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായ സമയത്താണ് ഭാര്യയോടും 2 മക്കളോടുമൊപ്പം പുതിയൊരു ജീവിതം തേടി ഇങ്ങെത്തിയത്. അങ്ങനെ ഭാര്യ വസന്തിയുടെ സഹോദരന്റെ സഹായത്തോടെ തമിഴ്നാട്ടിൽ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളും അതിൽ നേരിടുന്ന പ്രതിസന്ധികളുമായാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. ഉടനീളം നല്ല ഒഴുക്കോടെ പോകുന്ന സിനിമ. സത്യം പറഞ്ഞാൽ ഇന്റർവെൽ ആയതുപോലും അറിഞ്ഞില്ല. ഈ കുടുംബത്തിലെ 4 പേരുടെ കഥയ്ക്കൊപ്പം തന്നെ അയൽക്കാരും മറ്റുള്ളവരുമായി ഒട്ടേറെ കഥാപാത്രങ്ങൾ വരുമ്പോഴും അവരുടെ കൂടെ ഇമോഷൻസിനെ ചേർത്ത് വയ്ക്കാൻ ഉടനീളം ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. ചിരിയുടെ നിമിഷങ്ങളെ ഓർഗാനിക്കായി തന്നെ ബ്ലെൻഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. വൈകാരികമായ തലങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തെ സാഹചര്യങ്ങളെ സ്ട്രോങ് ആയി ബിൽഡ് ചെയ്തെടുക്കാനും സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയാവുന്ന തിരക്കഥയെ മേക്കിംഗ് കൊണ്ടും മികവിലെത്തിക്കുന്നുണ്ട് സംവിധായകൻ. ശശികുമാറാണ് പ്രധാന കഥാപാത്രമായ ധർമ്മദാസായി എത്തുന്നത്. അയാളുടെ ഒരു യാത്രയെ വിശ്വസനീയമായ രീതിയിൽ തന്നെ സ്ക്രീനിൽ കൊണ്ടുവരുന്നുണ്ട്. കുടുംബത്തിലെ സംഭാഷണങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഇന്ത്യൻസ് ആക്കി എടുക്കുന്നതിൽ വോയിസ് മോഡുലേഷനും എടുത്തു പറയേണ്ടുന്ന ഒരു പോസിറ്റീവാണ്. സിമ്രാനാണ് ഭാര്യ കഥാപാത്രമായി എത്തുന്നത്. നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. മൂത്ത മകന്റെ വേഷത്തിലെത്തുന്ന മിഥുൻ ജയ്ശങ്കർ, ഇളയ മകന്റെ വേഷത്തിലെത്തുന്ന കമലേഷ് എന്നിവരും മികച്ച രീതിയിൽ തന്നെ അവർ റോളുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഫാമിലിയുടെ ഒരു കോമ്പിനേഷൻ കെമിസ്ട്രി സിനിമയിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യവുമാണ്. ജീവിതം അടുത്ത ഘട്ടത്തിലേക്ക് എന്നതിൽ ഈ 4 കഥാപാത്രങ്ങളുടെയും ആർക്കുകൾ കൂടെ സിനിമ പരിഗണിക്കുന്നുണ്ട്. അതൊക്കെ മനോഹരമായി ചെയ്തിട്ടുമുണ്ട്. കമലേഷിന്റെ പ്രകടനങ്ങളൊക്കെ വലിയ ചിരികൾ സമ്മാനിക്കുന്നതും കാണാം. യോഗി ബാബു, ഭഗവതി പെരുമാൾ, രമേശ് തിലക്, MS ഭാസ്കർ, ശ്രീജ രവി, ഇളങ്കോ കുമാരവേൽ എന്നിവരുടെ പ്രകടനങ്ങളും മികച്ചു നിൽക്കുന്നു. സംവിധായകനും ഇതൊരു ചെറിയ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, കൊള്ളാമായിരുന്നു. പാട്ടുകൾ കിട്ടലിലാണ്. അത് കഥയുടെ ഒഴുക്കിനൊപ്പം നല്ല രസമായി തന്നെ ബ്ലെൻഡായി പോകുന്നതും കാണാം. പല ഘട്ടങ്ങളിലും വൈകാരികമായി പ്രേക്ഷകനെ കൂടെ ആ യാത്രയിൽ ചേർത്ത് നിർത്തുന്ന രീതിയിലാണ് പാട്ടുകൾ വന്നിട്ടുള്ളത്. വിഷ്വൽസും തീർച്ചയായും എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. അതിൽ ഓരോ കഥാപാത്രങ്ങളെയും നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന രീതികൾ കൂടെ കൊള്ളാവുന്ന പരിപാടിയായിരുന്നു. പാരലൽ സംഭവങ്ങൾ കൊണ്ടുവരുമ്പോഴും ആ ഒരു ടെൻഷനൊക്കെ നൽകാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കഥ എന്നതിനേക്കാൾ ഉപരി അതിൽ ചേർത്ത് വയ്ക്കുന്ന മൊമെന്റ്സ് ആണ് സിനിമയെ മനോഹരമായ ഒരു അനുഭവമാക്കി മാറ്റുന്നത്. ഓവറോൾ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ടൂറിസ്റ്റ് ഫാമിലി സമ്മാനിക്കുന്നത്. 4 കഥാപാത്രങ്ങളിൽ തുടങ്ങി പിന്നീട് സ്ക്രീനിൽ വരുന്ന എല്ലാവരുടെയും സിനിമയായി മാറുന്നുണ്ട്. സബ് പ്ലോട്ടുകൾ വരുമ്പോഴും അതിനെ മെയിൻ കഥയ്ക്കൊപ്പം കൃത്യമായി ബ്ലെൻഡ് ചെയ്യാനും സ്ട്രോങ് ആക്കിയെടുക്കാനും സാധിക്കുന്നുണ്ട്. ഓരോ കഥാപാത്രങ്ങളിലൂടെയും സിനിമ സഞ്ചരിക്കുമ്പോഴും റിയൽ സ്പേസിൽ തന്നെ ആ കഥാപാത്രങ്ങളെയും അവരുടെ ഇമോഷൻസിനെയും ബിൽഡ് ചെയ്തെടുക്കാനും സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഇത് ക്ലീഷയാണല്ലോ എന്ന് തോന്നുന്ന മൊമെന്റിൽ തന്നെ അതിനെ സംവിധായകൻ ഓവർകം ചെയ്യുന്ന പരിപാടികളും കൊള്ളാം. കഥയിലെ പല അപ്രതീക്ഷിത നിമിഷങ്ങളെയും കൈയടക്കത്തോടെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. സത്യം പറഞ്ഞാൽ അവസാനമായപ്പോൾ, സിനിമ കഴിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന അവസ്ഥ കൂടെയായിരുന്നു. അത്രമേൽ ഹൃദയത്തിൽ തൊടുന്ന ഒരു അനുഭവം ആദ്യ സിനിമയിലൂടെ സമ്മാനിച്ച സംവിധായകന് വലിയ കൈയടികൾ. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.